എൻ്റെ പേര് ചിത്ര. ഇത് പത്മനാഭൻ, എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ ബഹ്റിനിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഈ ഞങ്ങളുടെ ഒരു ഡ്രീം ഹോം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ അപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട്. ഇന്ന കളർ തീമിലായിരിക്കണം, പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കണം, പ്രിഫറബിളി വൈറ്റ് മാക്സിമം യൂസ് ചെയ്യുന്നതായിരിക്കണം എന്നൊരു. അതേപോലെ തന്നെ ക്വാളിറ്റിയിലും വളരെ പിടിവാശിയായിരുന്നു ഞങ്ങൾക്കും. അത് ഞങ്ങളുടെ വിഷൻ അനുസരിച്ച് പാരീസ് ഞങ്ങൾക്ക് മാക്ടെക് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്തു തരുന്ന പ്രോഗ്രസ് ചെയ്തപ്പോൾ ഞാൻ പാരീസിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ ഫർണിച്ചറിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതിനെ പറ്റിയ ഒരാളെ സജസ്റ്റ് ചെയ്ത് തരണമെന്ന് പാരീസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ പാരീസ് ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു ട്രിപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവരിങ്ങനെ ഒരാൾ വരുന്നുണ്ട് ഫർണിച്ചർ. എനിക്കൊന്നും പേര് അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു പാർട്ടി വരുന്നുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യണം. പുള്ളി കോട്ടയത്താണ് ഉള്ളത്, അപ്പോൾ ഇതിൽ വരുന്ന വഴിക്ക് മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. 8 മണിയായപ്പോൾ ഇങ്ങനെ കോൾ വന്നു. ഷാഹി എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ രാത്രി 9 മണിക്ക് കോട്ടയത്ത് നിന്ന് പോകുന്ന വഴിക്ക് വരും. അങ്ങനെ 9:45 ബ്രദറിനോട് വീട്ടിൽ അവർ വന്നു. ഷാഹിയും കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. സോ അന്ന് എല്ലാം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഫർണിച്ചറിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കളേഴ്സ്, ഓരോന്നിൻ്റെയും സ്റ്റൈല്, അതെല്ലാം കസ്റ്റമൈസേഷൻ, കാറ്റലോഗ്സ് എല്ലാം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഒരു 12 മണി വരെ അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിനിടയ്ക്ക് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീഡിയോ കോളിൽ കണക്ട് ചെയ്തു. അന്ന് ഞാൻ ഷാഹിയായിട്ടൊന്നും സംസാരിച്ചില്ലായിരുന്നു. മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ വാസ് ബൈ ചിത്ര. അപ്പോൾ ഞാൻ അങ്ങനെ ഇതൊക്കെ കളർ സ്കീംസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫിനിഷും ടൈപ്സ് ഓഫ് ഫർണിച്ചർ പീസസും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഷാഹിയെ ഞാൻ സംസാരിച്ചേ ഇല്ല, മീറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ടാണ് ഞങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തത് ഷാഹിയുടെ അടുത്ത്. അത്രയ്ക്കൊരു വിശ്വാസമായിരുന്നു ഷാഹിയെ പറ്റിയും ഡക്കിനെ പറ്റിയിട്ടും, അത്രയ്ക്കൊരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഫർണിച്ചർ ഇവിടെ ഡെലിവറി ചെയ്യുന്നത് വരെ ഞങ്ങൾ ഷാഹിയുടെ ഫർണിച്ചറിൻ്റെ ഈ ഫോട്ടോസ് കണ്ടതല്ലാണ്ട് ഫിസിക്കലി ഞങ്ങൾ ആ ഫർണിച്ചറിനെ ഞങ്ങൾ കാണുകയോ ഒന്നും ഫീൽ ചെയ്യുകയോ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരാളും ഫർണിച്ചർ കാണാണ്ട് ഫീൽ ചെയ്യാണ്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ആരും ഓർഡർ കൊടുക്കില്ല. അത്രയ്ക്കൊരു ട്രസ്റ്റായിരുന്നു ഞങ്ങൾക്ക് ഷാഹിയുടെ. പിന്നെ ഷാഹി വന്ന് ഇവിടെ ഡെലിവറി ചെയ്ത സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇവിടെ ഡെലിവറി ചെയ്തത്. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ 100% ഞങ്ങളുടെ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയും ഫിനിഷും ആ കളർ സ്കീംസും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കളർ സ്കീംസൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്ത് 100% ചെയ്ത് തന്ന ഷാഹി ഞങ്ങളെ ശരിക്കും ഒരു സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഞാൻ അന്ന് മീറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത്ര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു തറവ് ജെന്റിൽമാൻ, ഒരു വലിയ എത്ര സോഫ്റ്റ് സ്പോക്കൺ ആണെന്നറിയാം, അത്ര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ജെന്റിൽമാനാണ് അദ്ദേഹം. ആൻഡ് ഒന്നും പുള്ളിയുടെ സംസാരിക്കാനേ പറ്റില്ല. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റേജസിലൊക്കെ അൺടൈംലി ആയിട്ടൊക്കെ ഞാനിങ്ങനെ വിളിക്കും, ഓരോ സജഷൻസ്, ഇതങ്ങനെ ചെയ്ത് അതിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളുടെ ഒരു ആങ്സൈറ്റി കാരണം ഞാൻ ഈ ടൈം ഒന്നും നോക്കാണ്ട് അപ്പോഴെല്ലാം പുള്ളി ഇമ്മീഡിയറ്റ്ലി ഒന്നെങ്കിൽ പിക്കപ്പ് ചെയ്യും, ഫോൺ കോൾ പിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിനകം റിപ്ലൈ ചെയ്തിരിക്കും. എപ്പോഴും പുള്ളീനെ റീച്ചബിളാണ്. അതൊരു വലിയൊരു അധിക സ്ഥലത്ത് നമുക്ക് അങ്ങനെ നമ്മൾ റീച്ച് ചെയ്യാൻ നോക്കിയാൽ കിട്ടാറില്ല. ബട്ട് ഇത് വളരെ, എന്നിട്ട് നമുക്ക് വേണ്ട സജഷൻസ് അതെല്ലാം അങ്ങനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ക്വാളിറ്റിയിലുള്ള ഫർണിച്ചർ ഞാൻ എറണാകുളത്ത് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എനിക്ക്. പിന്നെ അത് കിട്ടിയാലും തന്നെ ആ കസ്റ്റമൈസേഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. നമ്മളനുസരിച്ചുള്ള കളർ സ്കീമിന് അതിനനുസരിച്ചുള്ള ചെയ്യാനായിട്ടുള്ള അത്രയും കസ്റ്റമൈസേഷൻ ചെയ്യാൻ എല്ലാവരും തയ്യാറല്ല. പക്ഷേ ഇത് റിയലി ഇറ്റ്സ് നല്ലൊരു അനുഗ്രഹമെന്ന് തന്നെ പറയാം ഞങ്ങൾക്ക്. ഷാഹിയെ കിട്ടിയതും അതിനനുസരിച്ചുള്ള ഫർണിച്ചർ ഫിനിഷ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് തന്നതിനും ഞങ്ങളുടെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. പിന്നെ ഷാഹിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന അതൊരു ശരിക്കൊരു വളരെ പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു.